അങ്ങനെ വൈജയന്തിയും കമലയും അലീനയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാവും കേട്ടോ. അലീന അങ്ങോട്ട് വന്നത് കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പോരാത്തേന് അലീന വന്നത് മനുവിനെ കാണാനും കൂടി വേണ്ടിയാണെന്ന് പറഞ്ഞ് വൈജയന്തി കമലയെ പിരികേറ്റുന്നുണ്ട് കേട്ടോ. കമലയാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും രഞ്ജുവും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ അലീനയെ കാണാത്തോണ്ട് തന്നെ വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എവിടെയാടി ആ പിശാശ് അലീന? ഇത് കേട്ടതും കൃഷ്ണമോള് പറയുന്നുണ്ട്, പിശാശ് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അലീന ചേച്ചി എവിടെയാണെന്ന് അറിയാനാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ എനിക്കറിയണ്ടായേ, അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ, എനിക്ക് അവളെ കാണുന്നതന്നെ ചതുർത്ഥിയാണ്. ഇവിടേക്ക് വന്ന തന്നെ അവളുടെ മുഖം കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ദേ വന്നിരിക്കുന്നു കുറ്റി പറിച്ചുകൊണ്ട്. കമലയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അലീന ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മനു ഏതായാലും അവളെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇരിക്കുക. മനു കൈവിട്ട് പോകുന്നുള്ള പേടിയാണ് കേട്ടോ കമലയ്ക്ക്. അങ്ങനെ നേരെ ശിവേട്ടൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അലീനെ ഇപ്പം തന്നെ പറഞ്ഞു വിടണമെന്ന് പറയുന്നുണ്ട് കമല. ഈ രാത്രി എന്തായാലും അവളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് ശിവേട്ടനും പറയുന്നുണ്ട്. അപ്പം കമല പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഞാൻ ഏതായാലും അവളോട് നേരിട്ട് സംസാരിക്കാൻ പോവാം. ഈ വീട്ടിലോട്ട് വലതുകാല് വെച്ച് കയറാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ അവളുടെ ഇടതുകാല് ഞാൻ വെട്ടും. ഇത് കേട്ട് ശിവേട്ടന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ആരാന്നാ നിന്റെ വിചാരം? നീ വലിയ ഗുണ്ടയാണോ വെട്ടുന്നും കുത്തുന്നൊക്കെ പറയാനായിട്ട്? അപ്പം കമല പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗതികേടുകൊണ്ട് പറഞ്ഞതാ, പക്ഷേ ഇങ്ങനെയൊക്കെ പോക്കെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്നാ നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ, മോനൊരുത്തൻ ഇപ്പോൾ ജയിലിൽ തന്നെ ഉണ്ടല്ലോ, കൂട്ടിന് അമ്മയ്ക്കും പോയി കിടക്കാം. അപ്പം പിന്നെ മോനെ കണ്ടില്ല എന്നുള്ള പരാതിയും തീരുമല്ലോ. ഇത് കേട്ട് കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് കമൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശിവേട്ടനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ സിംഗപ്പൂരുള്ള രാജീവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ശിവേട്ട? നമ്മൾ പറയുന്നോടത്തൊന്നും അവൾ നിൽക്കുന്നില്ലല്ലോ. അപ്പം ശിവേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല രാജീവ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ വീട് വിട്ടിറങ്ങാൻ കാത്തിരിക്കുക അയാൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. അതോടെ എല്ലാം തീർന്നു. എന്തായാലും ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, നീ കൂടി വന്നേ പറ്റൂ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ വരാം ശിവേട്ട, എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ പറഞ്ഞ് രാജീവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മനു നിന്ന് കേൾക്കുന്നുണ്ട്. അച്ഛൻ ഭയങ്കര ടെൻഷനിലാന്ന് മനുവിന് മനസ്സിലായി. അങ്ങനെ മനു വന്ന് അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ കൂടെ എൻ്റെ അലീനയുടെയും കാര്യം ആലോചിച്ച് അച്ഛൻ വറീഡ് ആവണ്ട. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്തായാലും അച്ഛനെ മുൻകൂട്ടി അറിയിച്ചിരിക്കും. അത് കേട്ടതും ശിവേട്ടന് സമാധാനമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്